ഹായ്, ഇന്ന് നമുക്കൊരു മസാല ബോണ്ട റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് മാവ് റെഡിയാക്കി എടുക്കാം. 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ മൈദാ മാവ്, 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മുക്കിയെടുക്കാനുള്ള പരുവത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് വലിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലും ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് മസാല ബോണ്ടയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല വേണമെങ്കിൽ ചേർത്താം. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തിയാൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി നമ്മളതിൽ ഓരോ ഉരുളകൾ മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബോണ്ട മാവിൽ മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ച് മറിച്ച് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ.